Welcome to my classroom, Design of Concrete Structures 2, CE 304, for Civil Engineering students, Semester 6, K2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Today's topic, columns subjected to combined axial load and biaxial bending moments. Problems. Module 1. Columns subjected to combined axial load and biaxial bending moments. Problem number 1. Question. Design a short column subjected to biaxial bending to the following particulars. Size of the column 500 mm by 600 mm. Factored load, that is PU, 2000 kilonewton. Factored moment in x-axis MUX 150 kilonewton meter and MUY 120 kilonewton meter. Use M20 grade concrete and FE 415 grade steel. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ഷോർട്ട് കോളം ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിയർ ബയാക്സിയലി ബെൻഡിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ സൈസ് ഓഫ് ദ കോളം തന്നിട്ടുണ്ട് 500 mm by 600 mm. ഫാക്ടേർഡ് ലോഡ് PU 2000 kilonewton. ഫാക്ടേർഡ് മൊമെന്റ് MUX 150 MUY 120 kilonewton മീറ്ററും തന്നിട്ടുണ്ട്. കോൺക്രീറ്റ് M20യും സ്റ്റീല് FE 450. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബയാക്സിലി ആണ്, നമുക്ക് രണ്ട് മൊമെന്റ് ഉണ്ട്. സോ നമുക്ക് കോഡ് മാറും. കോഡ് IS 456 2000 തന്നെ നമുക്ക് ക്ലോസ് മാറും. ഓക്കെ, സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് നമ്മൾ യൂണി ആക്സിയലി ബെൻഡിങ് മൊമെന്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റെപ്പ് ഫസ്റ്റ് നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം, അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഗിവൺ ഡേറ്റ. ഓക്കെ, ഗിവൺ ഡേറ്റ നമുക്ക് PU 2000 kilonewton, MUX 150 kilonewton meter, MUY 120 kilonewton meter, then FCK 20 M20 ആണ്, so 20 Newton per mm square, FY 415 Newton per mm square. Size of the column 500 mm by 600 mm. ഓക്കെ, ഇത്രയും ഗിവൺ ഡേറ്റാസ് ആണ്. ഗിവൺ ഡേറ്റ ആണ് ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് പോവാം. സ്റ്റെപ്പ് 2, ഡിസൈൻ ഓഫ് longitudinal reinforcement. Design of longitudinal reinforcement. ഓക്കെ, ലോങ്റ്റിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെന്റ് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അസംഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു അസംഷനിൽ നിന്ന് ലോങ്റ്റിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങൾ നമുക്ക് അസംഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അസ്യൂം a trial section. Okay, assume a trial section. The percentage, assume the percentage of reinforcement P equal to 2%. നമ്മൾ assume ചെയ്തതാണ്. assume percentage of reinforcement P equal to 2%. ഓക്കെ, ആണ് എങ്കിൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീല് കാണാം. എന്താ? പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഗ്രോസ് ഏരിയ. നമ്മളിവിടെ അസ്യൂം ചെയ്ത പെർസെൻറ്റേജ് എത്രയാ? 2% ബൈ 100 ഇൻറ്റു ഗ്രോസ് ഏരിയ, ദാറ്റ് ഈസ് 500 ബൈ 600. ഓക്കെ, റെക്ടാങ്കുലർ കോളമാണ്. എത്ര വന്നു നമുക്ക്? 6000 mm സ്ക്വയർ. ഇത്രയും ഏരിയ. നമുക്ക് ഇത്രയും ഏരിയയിൽ 6000 mm സ്ക്വയർ വന്നു. ഇതിൽ നമുക്ക് എത്ര ഡയമീറ്ററിന്റെ ബാർസ് യൂസ് ചെയ്യണം എന്ന് അസ്യൂം ചെയ്യാം. ഓർ യൂസ് 32 mm
നമുക്ക് കൂടുതലല്ലേ, നമ്മൾ യൂണിയാക്സിലൊക്കെ ചെയ്തതിനെക്കാട്ടിലും കൂടുതലാണ് നമുക്കിപ്പോൾ mm² വന്നേക്കും. സോ 32 mm ഡയാബാസ് ആണ് ഞാൻ അസ്യൂം ചെയ്തത്. ആണ് എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ലോങ്റ്റിറ്റ്യൂഡിനൽ ബാർസ്. എന്താ? ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഒരെണ്ണത്തിന്റെ ഏരിയ. ഇറ്റ് ഈസ് π/4 d². ഡി നമ്മളിവിടെ എത്ര എടുത്ത? 32². എത്ര വന്നു? 7.46. നമുക്ക് 8 നമ്പേഴ്സ് ഓഫ് ബാർസ് കൊടുക്കാം. ഓക്കെ, ഗിവൺ 8 നമ്പേഴ്സ് ഓഫ് ബാർസ്. ഇത്രയും നമ്മൾ എന്താ അസ്യൂം ചെയ്ത്, നമ്മളുടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമ്മൾ അസംഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പി നമ്മൾ 2% അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ മൂവ് ചെയ്തതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൊവൈഡ് 8 numbers of 32 mm dia bars as longitudinal reinforcement. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലോങ്റ്റിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെന്റ് നമ്മൾ 2 സൈഡിലായിട്ട് കൊടുക്കണോ അതോ 4 സൈഡ്സിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ എന്നും കൂടെ നമുക്ക് അസ്യൂം ചെയ്തേക്കാം. ഓക്കെ, ഈക്വലി ദ റീൻഫോഴ്സ്മെന്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് in all 4 sides. 4 സൈഡ്സിലും ഒരു പോണക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് 2 സൈഡ്സ് അസ്യൂം ചെയ്തുള്ള പ്രോബ്ലം ഈ സെയിം ക്വസ്റ്റ്യന് അസ്യൂം ചെയ്യുക ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 2 സൈഡ്സ്. ഇതിപ്പോൾ ഞാൻ 4 സൈഡ്സിലും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് 2 സൈഡ്സിലായിട്ട് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണ്? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റീവ് കവർ അസ്യൂം ചെയ്യാം. അസ്യൂം എഫക്റ്റീവ് കവർ 60, that is 60 mm. നമുക്കിവിടെ ഡയമെൻഷനോട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എഫക്റ്റീവ് കവർ നോക്കാം. 500 mm by 600 mm. D dash equal to 60 mm. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? P by FCK. ഓക്കെ, വേണ്ട, കൺഫ്യൂസ് ആക്കണ്ട. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് XX ആക്സിസിലെ മൊമെന്റ് കപ്പാസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. യൂണി ആക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി of the section about XX axis. Okay, uniaxial, next uniaxial moment capacity of the section about XX axis. Okay, D dash by D, 60 by D. XX axis ഇനി ചെക്ക് നമ്മൾ നോക്കിക്കോണം. നമ്മുടെ കോളം സൈസ് എന്തായിരുന്നു? ഡയമെൻഷൻ 500 by 600. സോ ബി നമുക്ക് ഓക്കെ, സൈസ് ഓഫ് ദ കോളം എന്തായിരുന്നു? 500 by 600. ഇനി ഫോർ മേജർ ആക്സിസ് XX, B 500, D 600. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫോർ മൈനർ ആക്സിസ് YY axis, that is B 600 mm and D 500 mm. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫോർ മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. ഹിയർ ഇറ്റ് ഈസ് XX axis, that means major axis B equal to 500 and D 600. Here it is 600. Okay, clear alle? 600, that is 0.1. Then FI എന്തായിരുന്നു നമുക്ക്? 415 grade. Okay, then use SP16 ചാർട്ട് ചെയ്ത് വേണമെന്ന് നോക്കിക്കേ, സെർച്ച് ചെയ്തേ. യൂസ് SP16
നമുക്ക് എന്താ റെക്ടാങ്കുലർ സെക്ഷൻ ആണ്, ബയാക്സിയലി ബെൻഡിങ് മൊമെന്റ് ആണ്, D'/D 0.1 ആണ്, FY 415 ആണ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഓൾ 4 സൈഡ്സ്. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ചാർട്ട് നോക്കേണ്ടത്. ഓക്കെ, റെക്ടാങ്കുലർ വിത്ത് ബെൻഡിങ്, സർക്കുലർ സെക്ഷൻ അല്ല. ഓക്കെ, compression with bending, rectangular section, reinforcement distributed equally on 4 sides. Okay, നോക്കിക്കേ, ചാർട്ട് നമ്പർ 44 ആണ് കിട്ടിയിരിക്കുന്നത്. D'/D 0.1 കാണാൻ പറ്റുന്നുണ്ടോ? സി, ചാർട്ട് നമ്പർ 44, compression with bending, rectangular section, reinforcement distributed equally on 4 sides. FY നമുക്ക് ക്വസ്റ്റ്യനിൽ 415 ആണ്, D'/D നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.1 ആണ്. സി, ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് P/FCK നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്താ? P നമ്മൾ അസ്യൂം ചെയ്ത് 2% ഡിവൈഡ് ബൈ FCK, ഇറ്റ് ഇസ് 20. എത്ര വന്നു? 0.1. ഇനി നമുക്ക് PU/FCK BD ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, PU നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു 2000, ഇവിടെ 2000 കിലോ ന്യൂട്ടൺ ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ഡിവൈഡ് ബൈ FCK 20. B എന്തായിരുന്നു? നമുക്ക് 500. ശ്രദ്ധിച്ചോണം. D 600. ഓക്കെ, എത്ര വന്നു? 2000 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 20 ഇൻറ്റു 500 ഇൻറ്റു 600. യാ, 0.33. Then ഇപ്പൊ നമുക്ക് P/FCK വാല്യൂ 0.1ഉം PU/FCK BD നമുക്ക് 0.33. നമ്മൾ യൂണിയാക്സിയലി ചെയ്തപ്പോൾ നമ്മൾ PU/FCK BDയും MU/FCK BD² വെച്ച് ചെയ്തു. P/FCK ഇട്ടിട്ട് നമ്മൾ MUന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കർവ് ആണ് P/FCK, നമുക്ക് ഇതാണ് PU/FCK BD. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? MU/FCK BD² ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്തേ. P/FCK നമുക്ക് 0.1. ഓക്കെ, നമ്മുടെ കർവ് 0, 0.02, 0.04, 0.06, 0.08. യൂസ് പെൻസിൽ ഉള്ളി. ഓക്കെ, എന്റെ കയ്യിൽ സ്കെച്ചാണ്. 0, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത്. 0.1 നമുക്ക് കർവ് കിട്ടി. ഇതാണ് നമ്മുടെ കർവ് 0.1. ഇനി നമുക്ക് ഹിയർ ഇവിടുത്തെ വാല്യൂ PU/FCK BD നമുക്ക് എത്രയായിരുന്നു? സി, 0.33, 0.1, 0.2, 0.3. ഈ ലൈൻ ഇതിനെക്കാട്ടി ഒരു കുറച്ച് മുകളിലായിട്ട്. അപ്പോ നമ്മുടെ വാല്യൂ ഹിയർ എത്ര വന്നു? 0. നമുക്ക് എത്രയാ വരുന്നത്? ഇവിടെ 3 കണ്ടോ? നമ്മുടെ 0.1ഉം. ഓക്കെ, അപ്പൊ നമുക്ക് 0.1ഉം ഇത്തിരി പുറത്തോട്ട് വരും. അപ്പൊ നമുക്ക് ഹിയർ ഇവിടെ 0.1, 2, 3, 4. ഓക്കെ, 1, 2 കാണാൻ പറ്റുന്നില്ലല്ലേ? ഓ മൈ ഗോഡ്, പെൻസിൽ ഇല്ലല്ലോ. കാണാമോ? 0.33 ഹിയർ. ദിസ് നമ്മുടെ P/FCK 0.1, ഈ കർവ്. സോ നമുക്ക് ഇവിടെ ആയിട്ട് വരും. ഇനി ഇത് ഡൗൺ. ഓക്കെ, ഇവിടെ 0.1, 11, 12, 13, 14, 14. ഓക്കെ അല്ലേ? MU by referring to chart 44, MU referring to chart 44, chart 44, MU by FCK BD². നമുക്ക് എത്ര കിട്ടിയ? 0.14. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്കിവിടെ MU by FCK
ബി ഡി സ്ക്വയർ ഈക്വൽ ടു 0.14. നമ്മൾ എന്താ യൂണി ആക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി ഓഫ് ദ സെക്ഷൻ അബൌട്ട് എക്സ് എക്സ് ആണ്. സോ ഹിയർ ദിസ് mu ഈസ് ടേക്കൺ ആസ് mu x1. Therefore mu x1 mu is taken as mu x1. Okay, then 0.14 into FCK into BD square. Okay, substitute the values. 0.14 into FCK, it is 20, B 500, D 600 square. Then etriti? Yeah, 504 into 10 raised to 6 Newton mm. mu x1. ഓക്കെ, ക്ലിയർ? നമുക്കിനി ഇതുപോലെ തന്നെ യൂണിആക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി ഓഫ് ദ സെക്ഷൻ അബൌട്ട് വൈ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ഇവിടേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. യൂണി ആക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി of the section, okay, about ഏത് ആക്സിസാ? YY ആക്സിസ്, മൈനർ ആക്സിസ്. ഓക്കെ, ഇനി ഇവിടെ ചെക്ക് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ സൈസ് ഓഫ് ദ കോളം 500/600 ആണ്. ഫോർ മൈനർ ആക്സിസ് ബി എന്താവും? ഇവിടെ നമുക്ക് ബി 500 ആയിരുന്നു, ഇവിടെ നമുക്ക് ബി 600 ആവും, ഡി 500 ആവും. ക്ലിയർ ആയോ? സോ ഡി ഡാഷ് ബൈ, അണ്ടർലൈൻ ചെയ്തേരെ, D dash by capital D. D dash effective cover 60. D നമുക്ക് എത്രയാ? It is 500. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്തോണം. ഇറ്റ് is 600 ആയിരുന്നു, ഇവിടെ 500. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായിട്ട് എഴുതിയത്. എത്ര വന്നു? 0.12. നമുക്ക് SP16 0.05 D dash by D ന്റെ വാല്യൂ 0.05, അതിനുശേഷം 0.1, പിന്നെ നമുക്ക് 0.15 ആവുള്ളൂ. ഓക്കെ, സോ അതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.15 ആയിട്ട് എടുക്കാം. ക്ലിയർ? ദെൻ FY 415 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ദെൻ അടുത്ത എന്താ നമ്മൾ കണ്ടത്? യൂസ് SP16 ചാർട്ട്. ഏതാണെന്ന് നോക്കിക്കേ. നമുക്കിവിടെ ചേഞ്ച് എന്താ? ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ചേഞ്ച് YY ആക്സിസിൽ ഡി ഡാഷ് ബൈ ഡി മാത്രമേ മാറിയിട്ടുള്ളൂ, 0.15. ഇവിടെ നമുക്ക് ചാർട്ട് 44 ആയിരുന്നു. ഹിയർ 44 ഡി ഡാഷ് ബൈ ഡി 0.1 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ചാർട്ട് എടുത്ത് നോക്കാം. ചാർട്ട് 45 കംപ്രഷൻ വിത്ത് ബെൻഡിങ്, റെക്ടാങ്കുലർ സെക്ഷൻ ആണ്, റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഓൺ 4 സൈഡ്സ് ആണ്, FY 415 ആണ്, ആൻഡ് ഡി ഡാഷ് ബൈ ഡി നമുക്ക് 0.15 ആണ്. സോ ഇതാണ് നമ്മുടെ ചാർട്ട്. സി, ഓക്കെ. ഇനി നമുക്ക് P/FCK നമ്മുടെ സെയിം വാല്യൂ തന്നെയാണ്. ചാർട്ട് 45, ദെൻ P/FCK 2% ആയിരുന്നു അസ്യൂം ചെയ്തത്, ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 20, it is 0.1. Then PU/FCK BD. PU/FCK നമുക്ക് 2000 into 10 raised to 3 divided by 20 into, listen, B. നമുക്ക് B ഇവിടെ എത്രയാ? 600 into D എത്രയാ? 500. എത്ര വന്നു? സെയിം തന്നെ വരും, കാര്യം B into D അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ നമുക്ക് വാല്യൂ മാറ്റം വരില്ല. ഓക്കെ, ഇനി നമുക്ക് ചാർട്ട് റെഫർ ചെയ്യാം. റെഫറിങ് ടു ചാർട്ട് ഏതാ? ചാർട്ട് 45. നമുക്ക് എന്തോ കിട്ടും? MU/FCK BD സ്ക്വയർ വാല്യൂ കിട്ടും. ഓക്കെ, നോക്കാം. P/FCK നമുക്ക് എന്തായിരുന്നു? 0.1. സി 02, 04, 04, 06, 08 കാണാമോ? 0.1. ഇതാണ് നമ്മുടെ കേർവ്. PU/FCK BD 0.33 ഇവിടെ. സോ ഇങ്ങോട്ട് വരും, ഇവിടെ. ഓ, തെറ്റിപ്പോയോ? ഇല്ല, ഇവിടെ. അതിന് നേരെ താഴോട്ട് 0.3. എത്രയാ? 0.1, 0.2, 0.1, 11, 12. സി, യെസ്. ഓക്കെ,
0.1 ക്ലിയർ ആണോ? തെളിഞ്ഞില്ലല്ലേ? 0.12. ഓക്കെ, ഇവിടെ mu about y ആക്സിസ് ആയിരുന്നു. ദാറ്റ് മീൻസ് മുനെ നമുക്ക് MUY1 ആയിട്ട് എടുക്കാം. Therefore mu y1 equal to 0.12 into FCK BD square. Substitute the values. 12 into FCK, it is 20. B 600 into 500, D 500 square. എത്ര വന്നു ആൻസർ? Yeah, 360 into 10 raised to 6 Newton mm. Okay, MUY1. MUX1 about XX axis and MUY1 about YY axis. Okay, ഇനി നമുക്ക് ബയാക്സിയലി ബെൻഡിങ് ആണ്. ആസ് പെർ IS 456/2000 നമുക്ക് പേജ് നമ്പർ 71 ക്ലോസ് 39.6 നമുക്ക് ചെക്ക് ഉണ്ട്. ബയാക്സിയലി ബെൻഡിങ് ആണോ, സേഫ് ആണ്. നമ്മളിപ്പോൾ ട്രയൽ സെക്ഷൻ എടുത്തത് പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ അസ്യൂം ചെയ്ത് അത് ഓക്കെ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. സോ നമുക്ക് IS 456/2000 കോഡിലേക്ക് പോവാം. പേജ് നമ്പർ 71. ടേക്ക് പേജ് നമ്പർ 71. Yes. Page number 71. Close 36.6. ഏറ്റവും മുകളിലായിട്ട് 36.6. എല്ലാവരും റീഡ് ചെയ്തേ. IS 456/2000 close 39.6 page number 71. Members subjected to combined axial load and biaxial bending. Okay, read ചെയ്തേ. Okay. To satisfy the equilibrium of load and moments about two axes, alternatively, such members may be designed by the following equation. Mu in the resistance of a member subjected to axial force and biaxial bending shall be obtained on the basis of assumptions and satisfy this. MUX and MUX1 whole raised to alpha n plus MUY divided by MUY1 whole raised to alpha n less than or equal to 1. Okay, where MUX, MUY moments about x and y axis due to design loads. നമുക്ക് ക്വസ്റ്റ്യനിൽ given ആണ് MUX and MUY. Then MUX1 and MUY1 maximum uniaxial moment capacity for an axial load PU bending about x and y axis respectively. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച യൂണിയാക്സിൽ ബെൻഡിങ് കപ്പാസിറ്റി ഓഫ് ദ സെക്ഷൻ അബൌട്ട് x ആക്സിസ് ആൻഡ് അബൌട്ട് y ആക്സിസ് നമ്മൾ MUX1 ആൻഡ് MUY1 ഇപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് മാക്സിമം uniaxial moment capacity for an axial load of PU. Okay, then respectively alpha n. ഇനി നമുക്ക് ഇവിടെ കിട്ടാത്തത് ആൽഫ n ആണ്. ആൽഫ n is related to PU by PUZ. PU നമുക്ക് given ആണ് factored load, ultimate load PUZ, where PUZ equal to 0.45 FCK AC plus 0.75 FYASC. For values of PU by PUZ 0.2 to 0.8. The values of alpha n vary linearly from 1 to 2. Okay. For values less than 2, alpha n is taken as 1. For values greater than 0.8, alpha n is taken as 2. In between ആണ് എങ്കിൽ നമുക്ക് ഇന്റർപുലേറ്റ് ചെയ്ത് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം ആൽഫ എന്നിന്റെ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആൽഫ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് PU by PUZ ആണ്. PUZ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ആസ് പെർ IS 456 ഗിവൺ ആണ്. ഇനി AC ഹിയർ ചെക്ക് നമുക്കത് നോക്കാമെങ്കിൽ അറിയാം. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് കോൺക്രീറ്റ്, FI ക്യാരക്ടറിസ്റ്റിക്സ്, AC ഏരിയ ഓഫ് ലോങ്റ്റിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് ഫോർ ദ കോളം. ഓക്കെ, ലോങ്റ്റിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് ഏരിയ ആണ് AC, അതെല്ലാം നമുക്കറിയാം. ബാക്കി ഇതിനകത്ത് നമുക്ക് AC മാത്രമായിരുന്നു കൺഫ്യൂഷൻ, ഏരിയ ഓഫ് കോൺക്രീറ്റ് കൺഫ്യൂഷൻ ഒഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് ചെക്ക് ചെയ്യാം എന്ത് ദിസ് ഇക്വേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്ന്
നോക്കണം. ആണെങ്കിൽ നമ്മൾ ട്രയൽ സെക്ഷനിൽ പെർസെൻറ്റേജ് ഓഫ് സിയിൽ അസ്യൂം ചെയ്തത് കറക്റ്റാണ്, നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് റീഡിസൈൻ ചെയ്യണം. പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കൂട്ടിയോ കുറച്ചോ, കൂട്ടിയാണ് നമ്മൾ പ്രാക്ടിക്കലി കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ചെക്ക്. As per IS 456/2000, page number 71, clause 39.6. Okay, biaxially bending moment and axial compression. Okay, equation എന്തായിരുന്നു? mu x by mu x1 whole raised to alpha n plus mu y by mu y1 whole raised to alpha n less than or equal to 1. mu x and mu y നമുക്ക് given data ആണ്. mu x1 and mu y1 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആൽഫ n ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ആൽഫ n എന്ന് പറയുമ്പോൾ pu by pu z വാല്യൂ ആണ്. pu z ന് ഇക്വേഷൻസ് ഗിവൺ ആണ്, കോഡിലുണ്ട്. ഹിയർ ഇറ്റ് ഈസ് pu z equal to 0.45 fck into ac plus 0.75 fy asc. ഓക്കെ, നമുക്കിനി ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 45 fck ac എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ag മൈനസ് ac പ്ലസ് 0.75 fy into asc. ഓക്കെ, ഓക്കെ. Then here ASC എത്രയായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്ത? 8 numbers of 32 mm diabars. ഫൈൻഡ് ഔട്ട് ചെയ്ത 8 numbers of 32 mm diabars. 6433.98 mm square. Okay, AG size of the column 500 by 600. Okay, നമുക്ക് അങ്ങനെയാണെങ്കിൽ PUZ ഫൈൻഡ് ഔട്ട് ചെയ്യാം. 0.45 into FCK 20 into 64 AG minus ആണ് 500 into 600 minus 6433.98 plus 0.75 into FY 415 into AC 6433.98. ഓക്കെ, എത്ര കിട്ടി? PUZ ഓക്കെ 4.64 into 10 raised to 6 Newton. ഓക്കെ, PU നമുക്ക് ഗിവൺ ആണ് 2000 into 10 raised to 3 Newton. Therefore PU by PUZ എത്ര വന്നു? 2000 into 10 raised to 3 divided by 4.64 into 10 raised to 6 എത്ര വന്നു? 0.43. ഓക്കെ, നമുക്ക് PU by PUZ നമുക്ക് വന്നേക്കുന്നത് 0.43 ആണ്. നമുക്ക് കോഡി പറഞ്ഞിട്ടുണ്ട് PU by for values of PU by PUZ for values less than 0.2 നമുക്ക് എത്രയാണ് വന്നേക്കുന്നത്? PU by PUZ വാല്യൂ 0.43. ലെസ് ദാൻ 2 ആണെങ്കിൽ ആൽഫ എന്നിന്റെ വാല്യൂ 1ഉം ഗ്രേറ്റർ ദാൻ 0.8 ആണ് എങ്കിൽ ആൽഫ എന്നിന്റെ വാല്യൂ 2. സോ നമുക്ക് ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് ഇന്റർപുലേറ്റ് ചെയ്യണം. നമുക്ക് എന്താ? ലെസ് ദാൻ 0.2 ആണ് എങ്കിൽ ആൽഫ എന്നിന്റെ വാല്യൂ 1ഉം ഗ്രേറ്റർ ദാൻ 0.8 ആണ് എങ്കിൽ ആൽഫന്റെ വാല്യൂ 2 ആണെന്ന്. നമുക്ക് എത്രയാണ് വന്നേക്കുന്നത്? 0.43 ആണ്. അപ്പൊ നമുക്ക് ഈ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇന്റർപുലേറ്റ് ചെയ്യാം. 2 മൈനസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ സെയിം 0.8 മൈനസ് 0.2 ഈക്വൽ ടു എന്താ? ഈ വാല്യൂ ടേക്ക് ഇറ്റ് ആസ് എക്സ് ഓർ ആൽഫ എൻ. x minus 1 divided by 0.43 minus 0.2. ഓക്കെ, അല്ലെ ആൽഫ എന്ന് കൊടുത്താലും മതി.
നമ്മുടെ ഇവിടുത്തെ ആൽഫ എൻ, ഇവിടുത്തെ ആൽഫ എൻ വാല്യൂ. ആൽഫ എൻ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1.38. ആൽഫ എൻ ഈക്വൽ ടു 1.38. ഓക്കെ, ഇനി ആൽഫ എൻ എടുത്ത് നമുക്ക് ഈ ഇക്വേഷനകത്ത് ഇടാം, നമുക്കിത് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്താ MUX നമുക്ക് എത്രയായിരുന്നു? 150 into 10 raised to 3 divided by MUX1 നമുക്ക് എത്ര കിട്ടിയ? 504 into 10 raised to 6 whole raised to alpha n 1.38 plus MUY എത്രയാ ക്വസ്റ്റ്യനിൽ? 120 into 10 raised to 6 divided by MUY1 നമ്മൾ കണ്ടുപിടിച്ചത് 360 into 10 raised to 6 whole raised to alpha n. $1.38 എത്ര കിട്ടി? ടപ്പേൻ ചെയ്യണേ. 0.407. Yes, it is less than 1. ഓക്കെ, സേഫ് ആണ്. ലെസ് ദാൻ 1 ആണ്, സേഫ് ആണ്. നമ്മൾ അസ്യൂം ചെയ്ത പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെന്റ് കറക്റ്റ് ആണ്. നമ്മൾ ട്രയൽ സെക്ഷൻ നമുക്ക് ഓക്കെ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഇത് നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നെങ്കിലോ? നമുക്ക് റീഡിസൈൻ ആണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നമ്മൾ അസ്യൂം ചെയ്ത പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ മാറ്റി കൊടുക്കണം. നമുക്കൊരു അതിനെക്കാട്ടി ഒരു ഹയർ വാല്യൂയിലേക്ക് പോകണം. എന്നിട്ട് വീണ്ടും നമ്മൾ പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെന്റ് P അസ്യൂം ചെയ്ത് അവിടെ തൊട്ട് സ്റ്റെപ്പ് വീണ്ടും ചെയ്ത് ഇവിടം വരെ എത്തി സെക്ഷൻ സേഫ് ആണോ എന്ന് നോക്കണം. ഇവിടെ നമുക്ക് ലെസ് ദാൻ 1 ആണ്, സേഫ് ആണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താ 1 എബോ ഇത് സേഫ് അല്ലായിരുന്നുവെങ്കിൽ, ദാറ്റ് മീൻസ് ലെസ് ദാൻ അല്ല ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നുവെങ്കിൽ റീഡിസൈൻ ആയിരുന്നു വേണ്ടത്. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പോകുമ്പം ടൈം ഒരു പ്രശ്നമായിരിക്കും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് റീഡിസൈൻ കിട്ടുന്ന വാല്യൂ എന്താണോ, എബോ 1 ആണെങ്കിൽ എബോ 1 തന്നെ എഴുതുക, നോട്ട് സേഫ് എഴുതുക, റീഡിസൈൻ എഴുതി വെക്കുക. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അസ്യൂം ചെയ്തത് കറക്റ്റ് അല്ല, സോ സെക്ഷൻ നമുക്ക് റീഡിസൈൻ ചെയ്യണമെന്ന് എഴുതി വെക്കുക. ടൈം ഇല്ല എങ്കിൽ, ടൈം ഉണ്ട് എങ്കിൽ റീഡിസൈൻ തന്നെ എഴുതിയിട്ട് സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക, റീഡിസൈൻ ചെയ്യുക, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ മാറ്റി കൊടുക്കുക, വീണ്ടും ചെയ്തു വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് ആക്ച്വൽ percentage of steel ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആക്ച്വൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ P ഈക്വൽ ടു AC പ്രൊവൈഡഡ് ഡിവൈഡഡ് ബൈ AG ഇൻറ്റു 100. ഓക്കെ, എത്ര കിട്ടി? AC എന്തായിരുന്നു? 6433.98 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 600 ഇൻറ്റു 100 എത്ര വന്നു? 2.1%. ആക്ച്വൽ പെർസെൻറ്റേജ് 2.1% ആണ്. ഓക്കെ, ദെൻ നമുക്ക് ആക്ച്വൽ ASC ആക്ച്വൽ AC P by 100 ഇൻറ്റു AG. P എന്താ? ആക്ച്വൽ P എടുക്കണം. 2.14 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 500 ഇൻറ്റു 600 എന്ത് വന്നു? 6420 mm സ്ക്വയർ. ഓക്കെ, 6420 mm സ്ക്വയർ. ക്ലിയർ? യെസ്. നമുക്കിനി എന്താ? നമ്പർ ഓഫ് ബാർസ് ഒന്ന് നമ്മൾ നേരെ തിരിച്ച് തന്നെ ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് ബാർസ് ഒന്ന് ചെക്ക് ചെയ്യാം. ടോട്ടൽ 6420 ഡിവൈഡഡ് ബൈ ഒരെണ്ണത്തിന്റെ 32 സ്ക്വയർ. എത്ര വന്നു? 7.98. 8 numbers. Provide 8 numbers of 32 mm dia bars as longitudinal reinforcement equally distributed in all 4 sides. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ്? ഡിസൈൻ ഓഫ് ലാറ്ററൽ റീൻഫോഴ്സ്മെന്റ്.
as per IS 456 2000. Page number എത്രയാ? Take IS 456 2000. Page number 49. Page number 49. Close 26.5.3.2. C. Okay. നമ്മൾ നേരത്തെ ചെയ്ത പിച്ച് ആൻഡ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്. ഫസ്റ്റ് ഡയമീറ്റർ, okay, not less than 1/4 of the diameter of the largest longitudinal bar. It is 32. It is 8 mm. And no case less than 6 mm. Okay. Not less than 6 mm നെക്കാട്ടിലും 8 mm നെക്കാട്ടിലും ലെസ് ആവാൻ പാടില്ല. ഓക്കെ, നമുക്ക് 8 mm. പ്രൊവൈഡ് 8 mm diabars. Then pitch. Okay, not more than, നമുക്ക് 3 conditions ആണ് ഉള്ളത്. See, least lateral dimension 16 times the smallest diameter of longitudinal reinforcement 300 mm. Okay, least 500 by 600 ആണ് size of the column, so 500 mm least. Then 16 times longitudinal reinforcement, it is 16 into 32, 512 mm, then 300. ഇതിൽ select minimum value 500 mm, 512 mm, 300 mm. It is 300 mm. Therefore, provide 8 mm dia bars at 300 mm center to center spacing as lateral ties.